ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു DIY ആയിട്ടാണ്. അതായത് 3 തരത്തിൽ നമുക്ക് ഫോൺ ചാർജ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ വെറുതെ ഫോൺ ഹോൾഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡാണ്. സിമ്പിൾ മെത്തേഡാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒഴിഞ്ഞു കിട്ടുന്ന ലിക്വിഡ് ഡിഷ് വാഷ് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. നല്ല മാർക്കർ വെച്ച് വരച്ചിട്ട് കറക്റ്റായിട്ട് അളന്ന് മുറിച്ചെടുക്കണം നമ്മൾ. അതായത് ഫ്രണ്ട് ഭാഗം ഹൈറ്റ് കുറവും ബാക്ക് ഭാഗം ഹൈറ്റും വേണം. ഇതിപ്പോൾ സാധാ അക്രിലിക് പെയിൻറ്റ് വെച്ച് ആദ്യം ഒന്ന് സ്പോഞ്ച് കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് പിന്നെ ജസ്റ്റ് 2 കോട്ട് ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തെന്നുള്ളൂ. ഈ ഒരു സെക്കൻഡ് ടൈപ്പിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു റോളാണ്. ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ഒരു റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ നല്ല ഡ്രസ്സിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് മുകളിലും താഴെയൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല അതിൽ. ഇതിൻ്റെ മുകളിൽ 2 പീസ് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അത് ഫോം ഷീറ്റ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പേപ്പേഴ്സൊക്കെ ആദ്യം ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്ത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചും കൂടെ ഡ്യൂറബിൾ, സ്ട്രോങ് ആയിട്ട് നിന്നോളും. അതേപോലെ അതിൻ്റെ താഴ്ഭാഗത്തും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും കുറേ നാൾ. ഈ കാണുന്ന 2 പീസ് ജസ്റ്റ് ഒരു ഫോം ഷീറ്റ്, ഗോൾഡൻ കളർ ഫോം ഷീറ്റിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് വെറുതെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. തേർഡ് മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഫ്ലറിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ്. ഇതും സെയിം ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് അതിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒട്ടിക്കാൻ. മഫ്ലറിൻ്റെ നൂല് ആദ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ മൊത്തം ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നിൽക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചാക്ക് വള്ളിയാണ് കേട്ടോ. ശരിക്കും ജൂട്ട് ത്രെഡൊക്കെ വെച്ച് ചെയ്യാനാണ് ഭംഗി കാണാൻ.
പിന്നെ അതില്ലാത്ത കാരണം ചാക്കോളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാക്കോളി ജസ്റ്റ് നമ്മൾ കൈയൊന്ന് നനച്ചിട്ട് അതൊന്ന് മൊത്തം അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിന്നോളും. പിന്നെ ഞാൻ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവറും പിന്നെ അതിന് ചുറ്റും പിസ്ത ഷെല്ല് വെച്ച് വെറുതെ അതിൻ്റെ ഇതള് പോലെയും ചെയ്തായിരുന്നു. അതൊന്നും വീഡിയോയിൽ പെട്ടില്ല. അതും ഗ്ലൂ ഗൺ വെച്ച് തന്നെയാണ് ഒട്ടിച്ചത്. അപ്പം നന്നായിട്ട് അവിടെ നിന്നോളും. അതേപോലെ ജസ്റ്റ് മുകളിലും വെറുതെ ഒന്ന് നേരെ വെച്ച് കൊടുക്കുകയാണ് പിസ്ത ഷെല്ല് കേട്ടോ. ഇതുപോലെ ഹോൾഡേഴ്സ് ഉണ്ടായാലത്തെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ ഇങ്ങനെ അവിടെ എവിടെയും കട്ടിലുമലോ ടേബിളുമലോ അവിടെ അലസായിട്ട് ഇട്ട് പോകണ്ട. ഇതുപോലെ ഹോൾഡേഴ്സിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ കിച്ചണിലൊക്കെ ഫോൺ കൊണ്ട് വെക്കാനും എപ്പോഴും സേഫ് ഇതുപോലൊരു ഹോൾഡർ ഉള്ളത് തന്നെയാണ്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ 60% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ സബ്സ്ക്രൈബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. തീരെ ചെയ്യാത്തവർ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ വന്നില്ലേ, ആ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് വരും. 3 ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇനി ഇത് ഫിക്സിങ് എങ്ങനെയാണെന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു DIY വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.